ഗംഗോത്രി ഭാഗം 13. എല്ലാവരും കൂടി അവൻ്റെ പരിപ്പിളക്കി. ശിവറാം അവനെ വണ്ടിയിലേക്ക് പിടിച്ചു തള്ളി. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ശിവറാം കൂടെ കയറി. ഗായത്രിയുടെ വീട്ടിലേക്കാണ് അവർ പോയത്. വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഡ്രൈവർ പോയി കോളിംഗ് ബെൽ അടിച്ചു. വൈകിയാണ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത്. മുകുന്ദൻ എവിടെ? ശിവറാം ചോദിച്ചു. ഏട്ടൻ ടൗണിലേക്ക് പോയതാണ്, ഇപ്പോൾ വരും, വൈഗ പറഞ്ഞു. വൈഗ, മറവി ചിലർക്ക് ഒരലങ്കാരമാണ്. കുറേ വർഷങ്ങൾ മുമ്പ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മീനച്ചിലാറ്റിലേക്ക് എടുത്തു ചാടിയവൾ. എൻ്റെ കൂട്ടുകാരനായ ഫാദറാണ് അവളെ അന്ന് രക്ഷിച്ചത്. അന്ന് അവൾക്കുണ്ടായ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവളുടെ ആ നിസ്സഹായാവസ്ഥ നീ മറന്നുപോയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് അതേ കാര്യങ്ങൾ നീ എൻ്റെ മകളോട് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ മകളെക്കൊണ്ട് നീ ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. നീയും നിന്നെ ആക്രമിച്ച കാട്ടാളക്കൂട്ടവും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്ക് സംശയമുണ്ട്, നീ കൂടി അറിഞ്ഞുകൊണ്ടാണോ എല്ലാമെന്ന്. അന്ന് മുകുന്ദൻ്റെ വീട്ടിൽ പോയതും അവിടെ സംഭവിച്ചതുമെല്ലാം നീ കൂടി അറിഞ്ഞുകൊണ്ടാണ്. ചിലപ്പോൾ പാവം ആ അച്ഛനെ ട്രാപ്പിലാക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം നിനക്കുണ്ടായിരുന്നിരിക്കണം. ഇന്ന് എൻ്റെ മകളെ നിനക്കങ്ങനെയൊക്കെ ചെയ്യണം അല്ലേ? അതിന് ഗുണ്ടയെ അയച്ചിരിക്കുന്നു അവൾ. സ്വന്തം മകളെപ്പോലെ നോക്കി വളർത്തിയതിന് അവൾ എനിക്ക് തന്ന പ്രത്യുപകാരമാണോ അത്? ശിവറാം കാറിൻ്റെ അരികിലേക്ക് ചെന്ന് കാറിൽ നിന്ന് അവനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് വൈകിയുടെ മുമ്പിൽ പിടിച്ചിട്ട് രണ്ടെണ്ണം കൂടി പൊട്ടിച്ചു. അവളില്ലേ നിന്നെ വിട്ടവൾ, ഗായത്രി, അവൾ പറഞ്ഞതിൻ്റെ ഇരട്ടി ഞാൻ തരാം. അതേ കൊട്ടേഷൻ നീ ഏറ്റെടുക്കണം എനിക്ക് വേണ്ടി. നിങ്ങൾക്കാരായാലും പ്രശ്നമില്ലല്ലോ. നിനക്ക് ആരാണോ കൊട്ടേഷൻ തന്നത് അവളെ നീ ചെയ്യണം. എന്താടാ, പറ്റുമോ? ശിവറാം ചോദിച്ചു. അയാളൊന്ന് ഞരങ്ങുക മാത്രം ചെയ്തു. വൈഗ പേടിയോടെ ശിവറാമിനെ നോക്കി. ശിവേട്ട, വേണ്ട, വിട്ടേക്ക്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. നിങ്ങൾ വളർത്തിയ മകളല്ലേ അവൾ? വൈഗ ചോദിച്ചു. അതെന്താടി, മനസാക്ഷിയൊക്കെ എനിക്ക് മാത്രം മതിയോ? നിന്റെ മകൾ എനിക്കെതിരെ അല്ല കളിച്ചത്. എൻ്റെ മകളെയാ അവൾ ട്രാപ്പിലാക്കാൻ നോക്കിയത്. എൻ്റെ ജീവനാടി അവൾ. അവൾ പറഞ്ഞതിൻ്റെ സുഖം അവളും കൂടി ഒന്നറിയട്ടെ. ഇവന് പറ്റിയില്ലെങ്കിൽ മറ്റൊരാൾ. ഇനി ഒരിക്കൽ കൂടി അവൾക്ക് ആരെയും അങ്ങനെ ചെയ്യാൻ തോന്നരുത്. ഇനി അത് വേണ്ടെങ്കിൽ ഈ കര വിട്ട് പൊയ്ക്കോണം. ഈ നാട്ടിൽ ഇനി നിങ്ങളെ കാണരുത്. ഞാൻ തന്ന വീട്ടിൽ കിടന്നുകൊണ്ട് എനിക്കെതിരെ പണിയുന്നു. ശിവറാം വൈകിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് കാറിലേക്ക് കയറി. ശിവറാമിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഡ്രൈവർക്ക് പോലും പേടി തോന്നി. ഗംഗോത്രി വീടിനുള്ളിൽ നീണ്ട ലോബിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിലൂടെ നടന്നു വേണം അവളുടെ റൂമിലേക്ക് എത്താൻ. അതിലൂടെ നടക്കുമ്പോൾ അവൾ ആരും കാണാതെ പാട്ട് പാടാറുണ്ട്, ഡാൻസ് കളിക്കാറുണ്ട്. അതൊക്കെ അവളുടെ സ്വകാര്യ ഇടങ്ങളാണ്. അവൾ തിരിഞ്ഞ് മുകളിലത്തെ നിലയിലേക്ക് ചെന്ന് അവളുടെ മുറിയിലേക്ക് കയറി. രണ്ടാം നിലയിലെ വലിയ കണ്ണാടി ജനാലുകൾക്കപ്പുറം പൂക്കളും ചെടികളും നിറഞ്ഞ മനോഹരമായ പൂന്തോട്ടം കാണാം. തൊടിയിൽ വളർന്ന് കായ്ച്ചും കുലച്ചും നിൽക്കുന്ന മാവ്, സപ്പോട്ട, പപ്പായ, പലതരത്തിൽപ്പെട്ട പലതരം കൃഷികൾ. ഒരു സൈഡിൽ മുഴുവൻ റംബൂട്ടാനാണ്. ആ ഫലവൃക്ഷങ്ങളുടെ പച്ചപ്പ് നോക്കി അവൾ നിന്നു. എല്ലാം രാമേട്ടൻ്റെ മിടുക്കാണ്. അപ്പോഴാണ് അവളുടെ പേഴ്സണൽ മാനേജർ ഡിക്രൂസ് വിളിച്ചത്. അവൾ പെട്ടെന്ന് കോളെടുത്തു. മാഡം, ബാങ്കിലെ പേപ്പറുകൾ ക്ലിയറാണ്. ലോണിൻ്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. മറൈൻ ഡ്രൈവിലുള്ള ഫ്ലാറ്റ് 1.25 കോടിയാണ്. അതിൽ 1/4 കോടിയാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. എങ്കിൽ മാത്രമേ ബ്ലാക്ക് വൈറ്റാക്കാൻ പറ്റൂ. പിന്നെ ആ വില്ല പ്രൊജക്റ്റിൻ്റെ കാര്യം തമ്പി വിളിച്ചിരുന്നു. അത് നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാഡം സമയം പോലെ ആലോചിച്ച് പറഞ്ഞാൽ മതി. കാരണം ആളുകൾക്ക് പണിയിപ്പിക്കാനൊന്നും സമയമില്ല. അതിനുവേണ്ടി മെനക്കെടാൻ ആരും തയ്യാറുമല്ല. പണിയിപ്പിച്ച് കിട്ടുന്ന വില്ലകളുണ്ടെങ്കിൽ ആളുകൾ വാങ്ങാൻ താല്പര്യം കാണിക്കും. അതേതെങ്കിലും ഒരു റബ്ബർ തോട്ടം വാങ്ങി നമുക്കത് സ്കെച്ചിടാം. അവിടെ അങ്ങനെ ഒരു സ്ഥലമായിരുന്നുവെന്ന് പോലും മനുഷ്യർ മറന്നു പോകും. അത് നല്ല ലാഭമുള്ള ബിസിനസ്സാണ്, ഡിക്രൂസ് പറഞ്ഞു. ഡിക്രൂസ്, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അതുമല്ല, എനിക്ക് നമ്മുടെ ലീഗൽ അഡ്വൈസറോടൊന്ന് സംസാരിക്കണം. നാളെ അയാളോട് ഗംഗോത്രിയിലേക്ക് വരാൻ പറയേ. ഗംഗ് അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പ മിക്കവാറും അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. വരാൻ താമസിക്കുന്നതുകൊണ്ട് അവൾക്കല്പം ടെൻഷൻ ഉണ്ടായിരുന്നു. ഗംഗ ഗ്ലാസ്സിലൂടെ താഴേക്ക് നോക്കി. എത്രയും നാളായി തുടങ്ങിയ ഓട്ടപ്പാച്ചിലാണ്. ആർക്കു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഒന്നിനും ഉത്തരമില്ല. എല്ലാത്തിനും അവകാശി താനും പപ്പയും. അച്ചമ്മ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്, സൈനിങ് അതോറിറ്റി ഇല്ല. പാവം അച്ചമ്മ ഇതിലേക്ക് വലിച്ചിടാൻ സാധിക്കില്ല. കല്യാണം, കുടുംബം, ഇതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല.
പക്ഷേ തൻ്റെ പിന്നാലെ നടക്കുന്ന ആൺകുട്ടികളോട് എന്തോ ഒരു പുച്ഛമാണ്. നല്ല ഉശിരുള്ള ആണൊരുത്തൻ വരണം. അവളുടെ മുഖത്തെ ഒരു പുഞ്ചിരി വന്നു. പെട്ടെന്നൊരു കാർ വരുന്നത് കണ്ടു. പക്ഷേ ഇത് അപ്പയുടെ കാറല്ലല്ലോ. അവൾ ആ കാറിലേക്ക് തന്നെ നോക്കി നിന്നു. ഡ്രൈവറാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത്. പെട്ടെന്ന് ഗംഗയുടെ കണ്ണുകൾ അയാളുടെ കണ്ണുകളിൽ ഒന്നുടക്കി. തുടരും.